വാട്ട് ഈസ് മെഡിറ്റേഷൻ? എന്താണ് ധ്യാനം? മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അതോ ചുമ്മാ ടൈം വേസ്റ്റിംഗ് ആണോ? ഞാൻ തന്നെ എൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യണം എന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ഈ മെഡിറ്റേഷനും സ്പിരിച്വാലിറ്റിയൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്? അതൊക്കെ അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ലൈഫിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഡു ഇറ്റ്. Hello friends, it's me your brother and welcome back to another great episode. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാനായിട്ട് പോകുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ് മെഡിറ്റേഷൻ. ആദ്യമൊക്കെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുറേ സന്യാസിമാരുടെ മുഖവും ഇത് കംപ്ലീറ്റ്ലി ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള കാര്യമാണ് എന്നായിരുന്നു ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ആരംഭിച്ചു. ഞാൻ കുറേ ആർട്ടിക്കിൾ വായിച്ചു നോക്കി, അതുപോലെ വലിയ വലിയ ആളുകളുടെയൊക്കെ വീഡിയോസ് കാണാനായിട്ട് തുടങ്ങി. ബിയർ ബൈസെപ്സ്, സദ്ഗുരു, സന്ദീപ് മഹേശ്വരി, ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മെഡിറ്റേഷൻ നമ്മൾ വിചാരിച്ച ആളല്ല. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാനും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 8-9 മാസമായി ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ വലിയൊരു യോഗിയോ അല്ലെങ്കിൽ വലിയൊരു പണ്ഡിതനൊന്നും അല്ല. എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ്, അതോടൊപ്പം മെഡിറ്റേഷൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ ഈസ് നത്തിങ് ബട്ട് സെൽഫ് അവെയർനെസ്, ഫൈൻഡിങ് യുവർ സെൽഫ്. നമ്മളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രോസസ്സ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും അല്ലേ? പക്ഷേ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രോ എനിക്കൊരു കഴിവും ഇല്ല എന്നൊക്കെ. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. എല്ലാവർക്കും കഴിവുകളുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീടിൻ്റെ അടുത്ത് കാക്കകളൊക്കെ ഒന്ന് കരയുമ്പോൾ നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞും അതുപോലെ കൈകൊണ്ട് പല ആക്ഷൻസൊക്കെ കാണിച്ചിട്ട് ഈ കാക്കകളെ ആട്ടി വിടാറുണ്ട്, ശരിയല്ലേ? പക്ഷേ ഈ ഹിന്ദു മതത്തിലെ ഒരു ചടങ്ങുണ്ട്, ബലിയിടുക എന്ന് പറഞ്ഞിട്ട്. ഈ സമയത്ത് ഈ കാക്കകളെ തന്നെ നമ്മൾ കൈകൊട്ടി ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുപോലെ നമ്മുടെ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, അതിപ്പോൾ ഒരു മനുഷ്യനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, പക്ഷി ആയിക്കോട്ടെ, ഈവൻ ഒരു പുൽക്കൊടി ആയിക്കോട്ടെ, അതിന് ലൈഫിൽ അതിൻ്റേതായിട്ടുള്ള റോളുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മളുടെ കഴിവ് കണ്ടെത്താനായിട്ട് ഈ മെഡിറ്റേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ കഴിവുകളൊക്കെ കണ്ടെത്തിയെന്ന് വിചാരിക്കുക, പക്ഷേ എന്നാലും ഈ ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ, അതായത് നമ്മുടെ ഫാമിലിയിലൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ, അതിനു വേണ്ടിയിട്ട് സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കും. ഈവൻ നമ്മുടെ പാരൻസ് തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ ചെറുപ്പത്തിൽ അതൊക്കെ നന്നായി ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല എന്ന്. അതെന്തുകൊണ്ടായിരിക്കും? അവരുടെ പാഷനെ ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു മെൻ്റൽ പവർ അവർക്കില്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ എന്താണോ, നമ്മളുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണോ, അത് തിരിച്ചറിഞ്ഞ് അതിനെ ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ എനർജി, ഒരു എക്സ്ട്രാ എനർജി നമുക്ക് കിട്ടും. നമ്മൾ ഡെയിലി നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ കാണാനായിട്ട് മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരട്ടെ. പണ്ട് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൽ കുറേ ഗ്രാമവാസികളുണ്ടായിരുന്നു. ഇവർ വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയൊക്കെ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ജയൻറ്റ് മോൺസ്റ്റർ, ഒരു വലിയ രാക്ഷസൻ വന്നു. എന്നിട്ട് ഇവരെയൊക്കെ ദ്രോഹിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഗ്രാമവാസികൾക്ക് ആകെ സങ്കടമായി. പക്ഷേ നമ്മുടെ സന്തോഷവും സമാധാനവും ഐക്യവും എല്ലാം നഷ്ടപ്പെട്ടു. ഈ വലിയ രാക്ഷസനെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിന്ന ഒരു ചെറിയ പയ്യൻ പറഞ്ഞു, നിങ്ങളൊക്കെ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? അവൻ നല്ല സൈസിലൊരു രാക്ഷസനല്ലേ, അതുകൊണ്ട് നമ്മൾ അവനെ എങ്ങനെയൊക്കെ അടിച്ചാലും അടിയൊക്കെ അവനിട്ട് കൊള്ളും, ഒരടിയും മിസ്സാവില്ല. ഈവൻ നമ്മളിപ്പോൾ ഒരു ചെറിയ കല്ലെടുത്തെറിഞ്ഞാൽ പോലും അത് അവന് കറക്റ്റായിട്ട് കൊള്ളും. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തുകൂടെ എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗ്രാമവാസികൾ വിചാരിച്ചു, ഇവൻ പറയുന്നത് ശരിയാണല്ലോ എന്ന്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കുറേ കല്ലുകൾ എടുത്ത് എറിഞ്ഞ് ആ രാക്ഷസനെ കൊല്ലുകയാണ് ചെയ്തത്. ഇത്രേ ഉള്ളൂ കഥ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരു സെയിം പ്രശ്നത്തെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നോക്കിയപ്പോൾ അതുകൊണ്ടുണ്ടായ റിസൾട്ടും ഡിഫറെൻ്റ് ആയിരുന്നു. അതുപോലെ നമ്മളുടെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നേരിടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പോസിറ്റീവായുള്ള പെർസ്പെക്റ്റീവിൽ നോക്കാനായിട്ട് മെഡിറ്റേഷൻ നമ്മളെ പഠിപ്പിക്കും.
ഇനി നമുക്ക് മെഡിറ്റേഷൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശം കൂടി നോക്കാം. പഠനങ്ങൾ തെളിയിക്കുന്നത് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 8 ആഴ്ച ആകുമ്പോഴത്തേക്കും നമ്മളുടെ ബ്രെയിനിലെ ഗ്രേ മാറ്ററിൻ്റെ അളവ് കൂടും എന്നാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ച് കാണും ബ്രെയിനിലെ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഒക്കെ. അപ്പോൾ ഈ ഗ്രേ മാറ്റർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ, മെമ്മറി പവർ, ലേണിംഗ് എബിലിറ്റി, ഹാപ്പിനെസ്, പീസ് ഇതെല്ലാം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം പെട്ടെന്ന് കുറയുകയും ചെയ്യും. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് നിങ്ങളങ്ങ് വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ റിസർച്ച് ചെയ്തോളൂ, ഇഷ്ടം പോലെ റിസർച്ച് ചെയ്തോളൂ. ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. കുറേ സൈക്കോളജിസ്റ്റുകൾ എഴുതിയതും അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. അതൊക്കെ പോയി വായിച്ചു നോക്കുക. അതും പോരാഞ്ഞ് യൂട്യൂബിൽ തന്നെ ഒരുപാട് ഈ ഒരു കാറ്റഗറിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വീഡിയോസ് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ കണ്ടോളൂ. എങ്കിലും അവരെല്ലാം പറയുന്നത് ബേസിക് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ മെഡിറ്റേഷനൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളാരെങ്കിലും മെഡിറ്റേഷൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എനിക്കാരും പൈസ ഒന്നും തരാൻ പോകുന്നില്ല. ഇതൊരു റെഫറൽ പ്രോഗ്രാം ഒന്നുമല്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അതെനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ ഈ മോട്ടീവ് ഫോക്കസ് എന്ന ചാനലിൻ്റെ മോട്ടീവ് തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ്. നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു സഹായം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ നടത്തുന്നതും. ഓക്കെ, ഇനി എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം വളരെ വളരെ സിമ്പിളാണ് ഗായ്സ്. ആദ്യം നിങ്ങൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ് കണ്ടുപിടിക്കുക, ഒരു ശാന്തമായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുക. കഴിയുമെങ്കിൽ അതൊരു ഇരുട്ട് നിറഞ്ഞ സ്ഥലം തന്നെ ആയിക്കോട്ടെ. ഇനി ഇതിന് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് രാവിലെ, അതിരാവിലെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിരിക്കും. ഈ സമയത്തായിരിക്കും കൂടുതൽ സൈലൻറ്റും അതുപോലെ തന്നെ ഒരു ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാവുക, അല്ലേ? അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സിറ്റിംഗ് പൊസിഷനാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയറിലിരിക്കാം, അല്ലെങ്കിൽ ചന്ദനപ്പടിയിട്ടിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഇരിക്കുക. പക്ഷേ ബാക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രീത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുക എന്നതാണ്. നിങ്ങൾ ശ്വസിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ നിങ്ങൾ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ കുറേയേറെ തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. അയ്യോ, നാളെ ഹോംവർക്ക് ഉണ്ടല്ലോ, നാളെ എഴുതാനുണ്ട്, പഠിക്കാനുണ്ട്, നാളെ എക്സാം ആണ്, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഇയാളെ കാണണം, അങ്ങനെ കുറേയേറെ തോട്ട്സ് വരും. അതൊക്കെ സ്വാഭാവികമാണ്, എല്ലാവർക്കും വരും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ തോട്ട്സ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്ന് ചിന്തിക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങളുടെ ബ്രീത്തിലെ തന്നെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ തന്നെ വേറെ പുതിയ തോട്ട്സ് വരും. പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു 2 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരമൊക്കെ ആദ്യം മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് പോകെ ഈ സമയം ഇങ്ങനെ കൂട്ടി വരാം. 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആക്കാം, 15 മിനിറ്റ് ആക്കാം, 20 മിനിറ്റ് ആക്കാം, 30 മിനിറ്റ് ആക്കാം, 1 മണിക്കൂറാക്കാം. എത്ര നേരമാണെങ്കിലും നിങ്ങൾക്കിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. പിന്നൊരു കാര്യം, ഇത് നിങ്ങൾ ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തുകൊണ്ടൊന്നും ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ആഴ്ചകളൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുക. അങ്ങനെ നിങ്ങൾ മാസങ്ങളോളം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഓരോന്നായിട്ട് പതുക്കെ നിങ്ങളെ തേടിയെത്തുക. സോ അതുവരെ നിങ്ങൾ ക്ഷമയോടുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യുക. ഇതൊരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കുക വേണ്ട, ഫുൾ എൻജോയബിൾ മൊമെൻറ്റ്സ് ആയിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെഡിറ്റേഷനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാൾ അഡ്വാൻസ് ലെവലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ല, നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് കഴിയുന്നത് പോലെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുമെന്നുണ്ടെങ്കിൽ, അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഈവൻ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. കാരണം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി തുടർന്ന് അങ്ങോട്ട് നമ്മുടെ ചാനലിൽ ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കാരണം എങ്കിലേ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കുറച്ചുകൂടി നല്ല വീഡിയോസ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. Thank you so much for watching. Now let's see in another video. Till then, bye.